പാലക്കാട് ആലത്തൂർ കാട്ടുശ്ശേരിയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ അപകടം. ASM HSSലെ ബസ്സാണ് മറിഞ്ഞത്. ബസ്സിൽ 40ഓളം കുട്ടികളുണ്ടായിരുന്നു. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്? കുട്ടികളുടെ സ്ഥിതി എന്താണ് നിഖിൽ? റീജിത്ത്, ഇന്ന് ഏതാണ്ട് 3:45 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. നമുക്കിപ്പോൾ കാണാൻ കഴിയും തോട്ടിലേക്ക് സ്കൂൾ ബസ് മറിഞ്ഞു കിടക്കുന്നത്. ഈ റോഡിൽ ഏതാനും കുഴികൾ ഉണ്ടായിരുന്നു. ആ കുഴിയിൽ ചാടിയ ബസ് നേരെ ഈ തോട്ടിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഏറ്റവും ആദ്യം രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി എത്തിയത്. കാട്ടുശ്ശേരിയിലാണ് ഈ അപകടം ഉണ്ടായത്. ASM HSSലെ ബസ്സാണ് കനാലിലേക്ക് മറിഞ്ഞത്. പരിക്കേറ്റ കുട്ടികളെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്കും ക്രസന്റ് ആശുപത്രിയിലേക്കുമാണ് എത്തിച്ചത്. ഇദ്ദേഹമാണ് ഈ സംഭവം നടക്കുന്നതിന്റെ ഒരു ദൃക്സാക്ഷി. എന്താണ് താങ്കൾക്ക് കാണാൻ കഴിഞ്ഞത്? ഞാൻ പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പണിക്കാരുണ്ടായിരുന്നു. പണിക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി കുഴിയിൽ ചാടുന്ന ശബ്ദം കേട്ടു. പിന്നെ വെള്ളത്തിലേക്ക് മറിയുന്നതാണ് കണ്ടത്. ഞങ്ങളെല്ലാവരും ഓടിക്കൂടി നോക്കുമ്പോൾ ഗ്ലാസ്സിലും കുട്ടികൾ വെപ്രാളത്തിൽ മുകളിലേക്ക് കയറ്റാനുള്ള ഒരു ഇതായിരുന്നു. ആ സമയത്ത് ഗ്ലാസ്സിൽ നിന്ന് പൊട്ടിച്ചിട്ടാണ് ഓരോ കുട്ടികളെ എടുത്തത്. ഭയങ്കര ഒഴുക്കുണ്ടായിരുന്നു. ഓരോ കുട്ടികളെ പിടിച്ച് ഞങ്ങളുടെ പണിക്കാരാണ് മുകളിൽ കയറ്റിയത്. കുട്ടികൾ പരിഭ്രാന്തിയായി ഉണ്ടാവില്ലേ? പെട്ടെന്ന് ചെറിയ മക്കളല്ലേ, അത് കാരണം ഇനിയും അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കുമ്പോൾ ഡ്രൈവറും വളരെ ഇതായി നിലവിളിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ ഇത് കാണുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. എന്നിട്ട് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി സമീപത്തുള്ള ആൾക്കാരും അതുപോലെ തന്നെ 2 വീലർ പോകുന്ന ആളുകളൊക്കെ ഇറങ്ങി അവരും രക്ഷാപ്രവർത്തനത്തിൽ സഹകരിച്ചു. ഞങ്ങളുടെ പണിക്കാരായിട്ടുള്ള സമയം എടുത്തിട്ടുണ്ടാവും മുഴുവൻ കുട്ടികളെയും കരക്കി കയറ്റാൻ? ഒരു 10-15 മിനിറ്റിനുള്ള എല്ലാവരെയും കയറ്റാനുള്ള ശ്രമം കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. 8-10 ആളുണ്ടായിരുന്നു. ലേഡീസാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഒരു വാസു പറഞ്ഞ ഒരാളുടെ ഞങ്ങളുടെ ഒരു പണിക്കാരനുണ്ടായിരുന്നു. അയാളാണ്. കുട്ടികൾ എത്ര പ്രായമുള്ള കുട്ടികളാണ്? എല്ലാം ഒരു 10, 14, 15 വയസ്സൊക്കെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അത്ര ചെറിയ 8-ലും 9-ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ഒരു 19ഓളം കുട്ടികളുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു താങ്കൾക്ക് കിട്ടിയ വിവരം? ഞങ്ങൾ പഞ്ചായത്തിൽ ഭരണസമിതി കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോഹനേട്ടനാണ് ആദ്യം കണ്ടത്. മോഹനേട്ടനാണ് എന്നെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ച് എത്രയും വേഗം എത്തിക്കാനുള്ള സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബോർഡ് മീറ്റിംഗ് അവിടെ വെച്ച് തന്നെ നിർത്തി. ഫയർ സ്റ്റേഷനിൽ അറിയിക്കുകയും തഹസിൽദാരെ വിളിച്ച് പറയുകയും പോലീസ് സ്റ്റേഷനിൽ പറയുകയും പറഞ്ഞ് ഞങ്ങൾ നേരെ ജീപ്പ് എടുത്ത് എല്ലാ ജനപ്രതിനിധികളും കൂടെ ഇങ്ങോട്ട് വന്നു. അപ്പോഴാണ് കുട്ടികൾ, ഒരു കുട്ടിക്കാണ് എല്ലാ കുട്ടികളെയും രക്ഷിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാ കുട്ടികളും രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇനി എന്തായാലും ക്രെയിൻ ഇപ്പോൾ വരും, വന്ന് വാഹനം കൂടെ പൊക്കി എല്ലാ കുട്ടികളും സുരക്ഷിതരാണ്. കുട്ടികളൊക്കെ ഒന്ന് ഭയപ്പെട്ടിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് വണ്ടിയിലാണ് ആദ്യം കൊണ്ടുപോയത്. ഒരു ഭാഗത്തുള്ള കുട്ടികളൊക്കെ മറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പുറത്തേക്ക് ആയിട്ടുണ്ടാവുമല്ലോ. അത് വെള്ളത്തിനടിയിലായിരുന്നു. കുറെ കുട്ടികൾ ഈ കമ്പിയിലെല്ലാം പിടിച്ച് കുറെ ഇതായിരുന്നു. അവർ തന്നെ പരസ്പരം കുറെ രക്ഷപ്പെടാനുള്ള ഇതുണ്ട്. ബാക്കി കുട്ടികളെല്ലാം വന്ന് ഈ ഗ്ലാസിന്റെ അവിടെ വന്ന് തടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഗ്ലാസ് പൊട്ടിച്ചിട്ടാണ് ഈ ഓരോ കുട്ടികളെയും ആ ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസിന്റെ അവിടെ ഈ ഒഴുക്കിൽ കൂടെ വെള്ളം വന്നിട്ട് എല്ലാം വന്ന് തിങ്ങി നെരുങ്ങാണ്. നമ്മൾ എന്താ പറയാൻ പറ്റില്ല വാക്കുകളിൽ. ആ രീതിയിൽ ഈ കുട്ടികളുടെ നിക്കല് തോന്നുന്നു. ഇങ്ങോട്ടുള്ള ഈ വഴികളൊക്കെ ഇടുങ്ങിയ വഴികളാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് ഫയർഫോഴ്സിനൊക്കെ എത്താനും ഫയർഫോഴ്സ് വിളിച്ചു പറഞ്ഞ് അവര് കാലതാമസം കൂടാതെ അവരെത്തി. എല്ലാവരും മുമ്പ് രക്ഷാപ്രവർത്തനം പൂർത്തിയുള്ള എല്ലാ കുട്ടികളെ എല്ലാവരും വെളിയിലെടുത്തു. അവരെല്ലായിടത്തും കൊണ്ടുവന്നു. പിന്നെ പഞ്ചായത്തിന് വണ്ടി എത്തി. പഞ്ചായത്തിന് വണ്ടി കുഴിയിൽ ചാടിയതാണോ? ആ ഒരു സൗണ്ട് മാത്രമാണ് കേട്ടത്. നമുക്ക് ഈ റോഡിൽ ഏതാനും കുഴികൾ കാണാം. ആ കുഴിയിൽ ചാടിയാണ് ഈ ബസ്, സ്കൂൾ ബസ് മറിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ റോഡിൽ ചെറിയ ചെറിയ കുഴികളുണ്ട്. ആ കുഴിയിൽ ചാടിയതാണ് ഇപ്പോൾ ഈ ബസ് ഇവിടേക്ക് മറയാൻ കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ കുഴികൾ കാണാം. ഈ കുഴിയിൽ ചാടി ഈ ബസ് നേരെ മറിയുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഫയർഫോഴ്സ് സംഘം കൃത്യസമയത്ത് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുട്ടികളാരും ഇല്ല നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടികളാരും ഇല്ല നമ്മൾ ഉറപ്പുവരുത്തുന്നു. ഇപ്പൊ ക്രെയിൻ ഇപ്പൊ എത്തുമെന്ന് പറയുന്നു, വിളിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു രക്ഷാപ്രവർത്തനം കൃത്യമായി നടന്നതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ആർക്കും തന്നെ കാര്യമായിട്ടുള്ള പരിക്കില്ല. 1-2 പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കുട്ടികളെല്ലാം ഏതാണ്ട് 40ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ മുഴുവൻ എത്ര കുട്ടികൾ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് അറിയില്ല. ഓക്കെ, മറ്റൊരു രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എത്ര കുട്ടികളുണ്ട് ഏട്ടന് ഏതാണ്ട് അറിയും? അത് അറിയില്ല, നമുക്കറിയില്ല. നമ്മ പാടത്ത് പണി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അറിയുന്നത്. നിങ്ങൾ ഇവിടെ പണി ചെയ്തോണ്ടിരിക്കുന്നത് തന്നെ? 5 ചേച്ചിമാർ ഇവിടെ പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുക. ഏട്ടാ അവിടെ പണി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മുതലാളി മോനായിട്ട് അവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പോഴായിരുന്നു സംഭവം. അപ്പോൾ ഞങ്ങൾക്ക് കുട്ടി ടാറ്റ കാണിച്ചിട്ട് പോകുമായിരുന്നു. അപ്പോഴേക്ക് വണ്ടി പോയി മറിഞ്ഞു. എതിരെ വണ്ടിയൊന്നും വന്നിട്ടില്ല. ആ ഡ്രൈവർ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ കല്ലെടുക്കാൻ വേണ്ടി ഞങ്ങൾ മോനായിട്ടിൻ്റെ അടുത്ത് ആളിനെ എല്ലാവരും വിളിക്കാൻ പറഞ്ഞു. ബസ്സിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റീജിത്ത്, നമുക്ക് ആ കുട്ടിയോട് ചോദിക്കാം. മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
ഞാൻ 8ലാണ് പഠിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അതെന്താന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് എന്ത് കാരണം വെച്ചാലാണ് ബസ് വീണ അറിയില്ല. ചരിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബസ് ഇങ്ങനെ വീണിട്ടുണ്ട്. വെള്ളമൊക്കെ കയറിയപ്പോൾ മനസ്സിലായി. എത്ര കുട്ടികളുണ്ടായിരുന്നു മോളെ ബസ്സിൽ? മൊത്തം ഒരു 15-20 കുട്ടികളുണ്ടാവും. കുറെ പേര് ഇറങ്ങിയിട്ടുണ്ടാവും അല്ലേ? കുറേ പേര് ഇവിടെ ഇറങ്ങിയിട്ട് വരുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. മോളെ ഏത് ഭാഗത്തായിരുന്നിരുന്നത്? ഞാൻ ഏറ്റവും ഇങ്ങനെ നടുവിലത്തെ ഭാഗമായിട്ടാണ്, ഇവിടെയാണ് സൈഡത്തെ ഇവിടെ ഇതായിട്ടാണ് ഇരുന്നത്. എങ്ങനെ മോള് ഇത് മറിയണതിന് മുൻപ് ഇറങ്ങിയോ? ഇല്ല, ഞാൻ മറിഞ്ഞതിന് പിന്നെ കമ്പിയിൽ ഓരോ കമ്പിയിൽ പിടിച്ച് എങ്ങനെയൊക്കെ കയറി വന്നാണ്. ഇവരൊക്കെയാണ് രക്ഷിച്ചത് അല്ലേ? ആ, ആർക്കെങ്കിലും അതിൽ ഉള്ള ആർക്കെങ്കിലും കാര്യമായിട്ട് പരിക്കേറ്റിട്ടുണ്ടോ മോളുടെ കൂട്ടുകാരികൾക്ക്? ഏതോ ഒരു ചെക്കന് ബാക്കിൽ എന്തോ ഇതായിട്ട് അതിനെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനം നടത്തിയ അമ്മമാര് ഇവരൊക്കെയാണ്, ഇദ്ദേഹം അവരൊക്കെ ഈ അവിടെ ഒരു കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവർ ഈ വിവരം അറിയുന്നത്. ശബ്ദം കേട്ടാണോ നിങ്ങൾ? അതെ, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വണ്ടി മറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഓടി രക്ഷിക്കാൻ വേണ്ടി വന്നു. ഏട്ടൻ വേഗം വെള്ളത്തിൽ ചാടി കല്ലൊക്കെ എടുത്ത് ഗ്ലാസ് പൊടിച്ച് ഡ്രൈവറിനെ പൊക്കി കുട്ടികളിലേക്ക് പൊക്കിയെടുത്തു. വെള്ളത്തിലിറങ്ങിയല്ലേ? വെള്ളത്തിലിറങ്ങാൻ കുട്ടികളെ കിട്ടാനില്ലല്ലോ. വെള്ളത്തിലിറങ്ങാതെ കിട്ടില്ല. വെള്ളത്തിലിറങ്ങാതെ എന്തായാലും കിട്ടില്ല. അവർ നല്ലോണം ഇറങ്ങി നല്ലോണം പ്രയാസപ്പെട്ടിട്ടാണ് കുട്ടികളെ എടുത്തിരിക്കുന്നത്. എടുത്ത് ആർക്കും ഏത് കുട്ടികൾക്കും അപകടമില്ലാതാണ് അറിഞ്ഞിരിക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ചെന്ന് നോക്കണം. ഇനിയിപ്പോൾ ഈ ട്രെയിന് വന്ന് വണ്ടി പോക്കുമ്പോഴാണ് കാര്യങ്ങൾ അറിയുള്ളൂ. കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ 2 ആശുപത്രികളിലായിട്ടാണ്, ആലത്തൂർ താലൂക്ക് ആശുപത്രി പോലെ ക്രസന്റ് ആശുപത്രി, ഈ 2 ആശുപത്രികളിലുമായിട്ടാണ് കുട്ടികളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള ആശുപത്രിയിൽ നിന്ന് ലഭ്യമാവുന്നവരും 2 കുട്ടികൾക്ക് ചെറിയ പരിക്കുണ്ട്, അവർക്ക് അത്ര ചെറുതല്ലാത്ത പരിക്കുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാവുന്നവരും. അല്പസമയത്തിനകം ഈ ബസ് ഇവിടെ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വിവിധ ആശുപത്രികളിലേക്ക് ഈ ജനപ്രതിനിധികളുടെ സംഘം അവിടേക്ക് തിരിച്ചിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങളും മറ്റും ലഭ്യമാക്കുന്നതിന് വേണ്ടി ബസ് സ്കൂളിൽ നിന്ന് എടുക്കുമ്പോൾ ഏതാണ്ട് 40-ൽ പരം ആളുകളും ഈ അപകടം നടക്കുന്ന സമയമാകുമ്പോഴേക്കും 20-ൽ താഴെ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഈ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കുട്ടി കൂടി നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. റീജിത്ത്. നിഖിൽ പ്രമേശാണ് അപകട സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ആലത്തൂർ കാട്ടുശ്ശേരിയിലാണ് സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായിരിക്കുന്നത്. ASM-HSSലെ ബസ്സാണ് മറിഞ്ഞിരിക്കുന്നത്. അതിലൊരു കുട്ടി നമ്മളോട് സംസാരിച്ചിരുന്നു. ആ കുട്ടി പറയുന്നത് ഏതാണ്ട് 15-20 കുട്ടികൾ ഈ സമയത്ത് അപകടത്തിൽ ബസ് പെടുന്ന സമയത്ത് ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നാട്ടുംപ്രദേശത്തെ ഒരു ചെറിയ റോഡാണ്. അവിടെയുള്ള കുഴിയിൽ വീണ് തോട്ടിലേക്ക് മറിഞ്ഞതാകാം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. എന്തായാലും പരിക്കേറ്റ കുട്ടികളെ ആശുപത്രികളിലേക്ക് 2 ആശുപത്രികളിലേക്കായി മാറ്റിയിട്ടുണ്ട്. ഡ്രൈവറെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. ആശുപത്രിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അല്പസമയം മുമ്പാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. പാടത്ത് ജോലി ചെയ്തിരുന്ന ആളുകൾ ഈ അപകടം കാണുകയും അവർ ഓടിക്കൂടി കുട്ടികളെ ഏതാണ്ട് 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ പുറത്തെടുക്കുകയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, ഈ നമ്മൾ ആ റോഡ് കണ്ടു, അതിലെ കുഴി കണ്ടു, അത് തന്നെയായിരിക്കാം അപകട കാരണമെന്നാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. അപകട കാരണം സംബന്ധിച്ച് ഇനിയും എന്താണ് സംഭവിച്ചതെന്നുള്ളത് കുട്ടികൾക്കും അതിൽ വലിയൊരു വ്യക്തത ഇല്ല എന്ന് തോന്നുന്നു. ഡ്രൈവറുടെയൊക്കെ പ്രതികരണമൊക്കെ ഇനി ലഭ്യമാകേണ്ടതുമുണ്ട്. ഈ ആശുപത്രികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരപ്രകാരം ആരുടെയും ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും നിലവിലില്ല എന്ന് തോന്നുന്നു, അല്ലേ നിഖിൽ? തീർച്ചയായിട്ടും നമ്മൾ ഈ ബസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ പ്രതികരണം തന്നെ അല്പസമയം മുൻപ് നൽകിയിരുന്നു. അതിൽ ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഒരു മധ്യഭാഗത്താണ് താൻ ഇരുന്നിരുന്നത്, ഒരു ശബ്ദം കേട്ട് പൊടുന്നനെ മറിയുകയായിരുന്നു. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആ കുഴിയിൽ ചാടിയതിനെ തുടർന്ന് പെട്ടെന്ന് നിയന്ത്രണം വിടുകയും ഈ തോട്ടിലേക്ക്, ചെറിയ തോടാണ് പക്ഷെ നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുമുണ്ട്, അതുകൊണ്ട് ഈ തോട്ടിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്ന കാര്യം. ഇതേ തുടർന്നാണ് ഇത് മറിഞ്ഞത്. ഉടനെ തന്നെ ഇവിടെ പാടത്തൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകളാണ് രക്ഷാപ്രവർത്തനം നടത്താൻ ആദ്യം ഓടിയെത്തിയത്. അവിടുത്തെ ചേച്ചിമാർ ഒക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇവിടേക്ക് ഓടിയെത്തുന്നു. ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഈ തോട്ടിലേക്ക് ഇറങ്ങി ആ കുട്ടികളെ ഓരോരുത്തരായി പുറത്തേക്ക് എടുക്കുകയായിരുന്നു. അവർക്ക് ഈ കുട്ടികൾക്ക് മുന്നിലത്തെ ചില്ല് കാരണം പുറത്തേക്ക് വരാൻ കഴിയാത്തതിനാൽ ചില്ല് പൊട്ടിച്ചാണ് കുട്ടികളെ ഓരോരുത്തരായി പുറത്തേക്ക് എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഈ വാഹനം മുകളിലേക്ക് കയറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്തായാലും കുട്ടികളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല, എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ എത്തിയിട്ടുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പറയുന്നത്. ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. സ്കൂളുമായി ബന്ധപ്പെട്ട് ഇന്ന് ബസ്സിൽ കയറിയ കുട്ടികളുടെ വിവരങ്ങൾ കൃത്യമായി
ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇനി ആരും അവശേഷിക്കുന്നില്ല എന്നുള്ള വിവരം ലഭ്യമായിട്ടുള്ളത്. സ്കൂളിൽ നിന്ന് ഈ ബസ് എടുക്കുമ്പോൾ ഏതാണ്ട് 40-ൽ പരം ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടേക്ക് എത്തിക്കുമ്പോഴേക്കും ഏതാണ്ട് 20-ൽ താഴെ കുട്ടികൾ മാത്രം, അതായത് ഈ അപകടം നടക്കുന്ന സ്ഥലത്തിന് തൊട്ട് മുൻപായി ഏതാണ്ട് 20-ൽ താഴെ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ബസ് പുറപ്പെടുന്ന സമയത്ത് ബസ്സിൽ 40ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. ഈ അപകടത്തിൽപ്പെടുന്ന സമയത്ത് 20-ൽ താഴെ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് ആ ബസ്സിൽ ഉണ്ടായിരുന്ന കുട്ടി പറഞ്ഞത്. എന്തായാലും ഈ കുട്ടികളൊക്കെ ഡ്രൈവറെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബസ് ഉയർത്താനുള്ള നടപടിയിലേക്ക്, ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള നടപടിയിലേക്ക് അല്പസമയത്തിനകം കടക്കുകയും ചെയ്യും. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു അപകട സ്ഥലത്ത് നിന്ന്.